മഹാഭാരതത്തെ അപമാനിക്കാൻ സുന്നത്ത് കല്യാണത്തെ ഉപയോഗിച്ച് സുനിൽ പി ഇളയിടം എന്ന ഇടതുപക്ഷ ചിന്തകൻ. ലോകത്തിലുള്ളത് മുഴുവൻ മഹാഭാരതത്തിൽ ഉണ്ട് എന്നാണ്. എന്നാൽ അവിടെ ഇല്ലാത്ത സുന്നത്ത് കല്യാണം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഹിന്ദുവിനെ വ്രണപ്പെടുത്താൻ കൊട്ടേഷൻ എടുത്തിറങ്ങുകയാണ് സഖാക്കളും ഇടതുപക്ഷ ചിന്തകരുമൊക്കെ. പാദപൂജയ്ക്ക് ശേഷം മഹാഭാരതവും സുന്നത്ത് കല്യാണവും, ഇതാണ് ഇപ്പോൾ സുനിൽ പി ഇളയിടത്തിന്റെ പ്രഭാഷണത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്കൊന്ന് നോക്കാം. മഹാഭാരതത്തിന്റെ ഫലശ്രുതി തന്നെ ഇങ്ങനെയാണ്: മഹാഭാരതത്തിൽ ഇല്ലാത്തത് എവിടെയും കാണാനാവില്ല, മഹാഭാരതത്തിൽ ഉള്ളതാണ് എല്ലായിടത്തും ഉണ്ടാവുക. എന്നാൽ മഹാഭാരതത്തിന്റെ ഫലശ്രുതി തെറ്റാണെന്നും മഹാഭാരതത്തിൽ സുന്നത്ത് കല്യാണം എവിടെ എന്നും സുനിൽ പി ഇളയിടത്തിന്റെ ചോദ്യം. നമ്മുടെ പഞ്ചായത്തിൽ സുന്നത്ത് കല്യാണം കാണാനാവുമല്ലോ എന്നാണ് സുനിൽ പി ഇളയിടം പറയുന്നത്. മഹാഭാരതത്തെക്കുറിച്ച് പാലക്കാട് നടത്തിയ ഒരു പ്രഭാഷണ പരമ്പരയിലാണ് സുനിൽ പി ഇളയിടത്തിന്റെ ഈ പ്രസ്താവന. 8 ഭാഗങ്ങളായി യൂട്യൂബിൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ 1-ാം ഭാഗത്തിലാണ് വിവാദ പരാമർശം. മഹാഭാരതത്തിൽ സുന്നത്ത് കല്യാണമില്ല, നമ്മുടെ പഞ്ചായത്തിൽ സുന്നത്ത് കല്യാണമുണ്ട്, അതുകൊണ്ട് എല്ലാം എവിടെയും ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. മഹാഭാരതം നടത്തുന്ന അവകാശവാദം ഒരു തെറ്റായ അവകാശം മാത്രമാണ് എന്നാണ് സുനിൽ പി ഇളയിടത്തിന്റെ വിശദീകരണം. ഇതിലുള്ളത് നിങ്ങൾക്ക് ലോകത്ത് പലയിടത്തും കാണാനാകും, എന്നാൽ ഇതിലില്ലാത്തത് എവിടെയും കാണാനാവില്ല എന്ന് മഹാഭാരതം അവകാശപ്പെടുന്നുണ്ട്. ഒരു ശ്ലോകത്തിൽ തന്നെ മഹാഭാരതം ഇക്കാര്യം അവകാശപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന സുനിൽ പി ഇളയിടം പിന്നീടാണ് സുന്നത്ത് കല്യാണത്തിലേക്ക് കടക്കുന്നത്. ലോകത്തിലുള്ളത് മുഴുവൻ മഹാഭാരതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഒരു എഴുത്തുകാരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് കല്യാണം മഹാഭാരതത്തിൽ ഇല്ല എന്ന്. അത് ശരിയാണ്. അതായത് മഹാഭാരതത്തിൽ ഇല്ലാത്തത് എവിടെയും ഇല്ല എന്ന് അവകാശപ്പെടാനാവില്ല എന്ന് വെല്ലുവിളിക്കുകയാണ്, പരിഹസിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ സുനിൽ പി ഇളയിടം എന്ന് വിലയിരുത്തലുകൾ. അതിന് ഉദാഹരണമാണ് അത്ര സുന്നത്ത് കല്യാണം. അതുപോലെ മഹാഭാരതത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ സുനിൽ പി ഇളയിടത്തിന്റെ മഹാഭാരതം സംബന്ധിച്ച പ്രസംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇയാളുടെ പ്രഭാഷണത്തിൽ മഹാഭാരതത്തെ കുറിച്ച് കഥകൾ വിവരിക്കുമ്പോൾ തന്നെ ഉടനീളം മഹാഭാരതത്തിന്റെ പവിത്രതയോ ഒക്കെ മാറ്റി ഒരു സാധാരണ പുസ്തകമാണ് മഹാഭാരതം എന്ന് വരുത്തി തീർത്താനുള്ള ശ്രമം നമുക്ക് കാണാൻ സാധിക്കും. ഇത് കുടുംബ കലഹത്തിന്റെ കഥയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. അതുകൊണ്ട് മഹാഭാരതം വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന സ്ഥിതി പണ്ടുണ്ടായിരുന്നുവെന്നും സുനിൽ പി ഇളയിടം പറയുകയാണ്. വലിയ പൈതൃകത്തിന്റെ കഥയാണ് എന്ന് അവകാശപ്പെടുമ്പോഴും മഹാഭാരതം വീട്ടിൽ വെച്ച് വായിച്ചൂടാ എന്ന നിലപാടുണ്ടായിരുന്നു എന്നാണ് സുനിൽ പി ഇളയിടം പറയുന്നത്. മഹാഭാരതം വീട്ടിൽ കയറ്റാൻ പാടില്ലാത്ത പുസ്തകമാണെന്ന ചിന്ത ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ ആരും എവിടെയും കേട്ടിട്ടില്ല. മലയാളത്തിൽ മഹാഭാരതത്തിന്റെ മതപരമായ വായന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് മറ്റൊരു ദുഃഖം അദ്ദേഹത്തിനുള്ളത്. മതപരമായ വ്യാഖ്യാനം തന്നെ വളരെ സങ്കുചിതമായിരുന്നു എന്ന് പറയാനും ഇദ്ദേഹം മടിക്കുന്നില്ല. എന്തായാലും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിന്ദു വിരുദ്ധരായിട്ടുള്ള വ്യക്തികൾ ഹിന്ദു ഗ്രന്ഥങ്ങളെയും ഹിന്ദുക്കളെയും അപമാനിക്കാൻ പലതരത്തിൽ ശ്രമിക്കുമ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റൊരു മതത്തിന്റെ ഗ്രന്ഥത്തെയോ മറ്റൊരു മത ആചാരത്തെയോ വ്രണപ്പെടുത്താൻ ഒരിക്കലും ഒരു ഹിന്ദു ശ്രമിക്കാറില്ല എന്നതാണ് ഹിന്ദുക്കളും ഹിന്ദു വിരുദ്ധരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. പാദപൂജയുടെ ആ ഒരു തരംഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കാര്യങ്ങളുമായി, അടുത്ത വിഷയവുമായി ഒരു ഇടതുപക്ഷ ചിന്തകൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മതേതര രാജ്യമാണ് നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് മതേതരം നിഴലിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷക്കാർ തന്നെയാണ്. പക്ഷെ അവർ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതാണ് ഇവരുടെയൊക്കെ ഇത്തരക്കാരുടെയൊക്കെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദിക്കും, എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ നമുക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരാളെ വ്രണപ്പെടുത്താൻ, മറ്റൊരാളുടെ ആചാരങ്ങളെ വ്രണപ്പെടുത്താൻ, മറ്റൊരു മഹാഗ്രന്ഥത്തെ വ്രണപ്പെടുത്താൻ ഉപയോഗിക്കാതിരിക്കുന്നിടത്താണ് ശരിക്കും നല്ല മാന്യമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഉടമകളാകുന്നത്. അതാണ് ഇവരാരും മനസ്സിലാകാതെ പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിഷമം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരാൾ ഒന്ന് ചൊറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ ഒന്ന് വിവാദ പരാമർശം നടത്തിയത് കൊണ്ടോ ഒന്നും തീരുന്നതല്ല മഹാഭാരതം എന്ന മഹാഗ്രന്ഥത്തിന്റെ പവിത്രതയും പുണ്യവും എന്ന് മനസ്സിലാക്കുക. പക്ഷേ മറിച്ച് ഇതുപോലെ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഈ തരത്തിൽ ചിന്തിക്കുന്ന ഒരാൾ, ഒരു മറുപടി കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഖുറാനെയോ അതുപോലെ തന്നെ ബൈബിളിനെയോ കുറിച്ച് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ ഇവിടെയുള്ള സമൂഹം വെറുതെ ഇരിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.